നമസ്കാരം സുഹൃത്തുക്കളെ. ട്രംപിന്റെ ഇപ്രാവശ്യത്തെ ഈ ഇലക്ഷൻ 2024 ഇലക്ഷനിലെ ട്രംപിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നായിരുന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറയുന്ന ആപ്തവാക്യം പോലെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. ഈ ട്രംപിൻ്റെ അനുയായികളും ഒരു ചുമന്ന തൊപ്പി വെച്ച് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള തൊപ്പി വെച്ച് ട്രംപിൻ്റെ ക്യാമ്പയിനിങ്ങിൽ പോകുന്നൊക്കെ. എന്താണ് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഗ്രേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതായത് നമുക്ക് റിച്ചും ഗ്രേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് അമേരിക്ക ഗ്രേറ്റ് നേഷൻ എന്ന് പറയുന്നത്? കാരണം ഇപ്പോൾ ലോകത്തിലെ ഒന്നോ രണ്ടോ ഒരുപാട് സമ്പന്നമായ രാജ്യങ്ങളുണ്ട് ലോകത്ത്, അല്ലേ? സമ്പന്നമായിട്ട് യൂറോപ്പിൽ നോക്കിയാൽ ഒരു UK, ജർമ്മനി ഒക്കെ സമ്പന്നമായ രാജ്യമാണ്. പക്ഷെ അവർ ഗ്രേറ്റ് അല്ല അവരൊന്നും. പക്ഷേ അമേരിക്ക ഇസ് എ ഗ്രേറ്റ് നാഷൻ എന്ന് പറയുന്നത് കാരണം എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, അമേരിക്ക സമ്പന്നമാകുമ്പോൾ കൂടെയുള്ള അവരുടെ സഖ്യകക്ഷികളെയും അതോടൊപ്പം തന്നെ ആഫ്രിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്പിനെയും ഏഷ്യയിലെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഇത് അമേരിക്കയിൽ ട്രംപ് ചെയ്തതല്ല, ട്രംപിന്റെ മുൻഗാമികൾ ആയിരുന്ന പ്രസിഡന്റുമാർ അവരുടെ അതേ സമയത്ത് അമേരിക്ക സമ്പന്നമാകുമ്പോൾ കൂടെ, അതായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WHO, ഇപ്പം അതുപോലെ യുണൈറ്റഡ് നേഷൻ, അതുപോലെ ട്രേഡിംഗ് പോളിസികൾ, അതുപോലെ എയ്ഡുകൾ, ഇപ്പോൾ USAID എന്നൊക്കെ പറഞ്ഞ് നിർത്തലാക്കിയ എയ്ഡുകളിൽ കൂടെ ലോകത്തിലെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് അമേരിക്ക ഗ്രേറ്റായി മാറിയത്. ഇപ്പോൾ ഇന്ത്യയിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പല രാജാക്കന്മാരും നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അക്ബർ ചക്രവർത്തിയാണ് നമ്മളെല്ലാവരും മഹാനായ ചക്രവർത്തി എന്ന് വിളിക്കുന്നത്, അല്ലേ? ഒരുപാട് പേരുണ്ടെങ്കിലും അക്ബർ, മഹാനായ അക്ബർ. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ രത്തൻ ടാറ്റ. ഇപ്പോൾ ഇന്ത്യയിൽ ബില്യനേഴ്സ് ഒരുപാടുണ്ട്, പണക്കാർ, ടാറ്റയെക്കാളും കാശുകാരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അല്ലെ മഹാനായ ടാറ്റ നമ്മളെപ്പോഴും കാണുന്ന ഒരു വേറെ രീതിയിലാണ്. കാരണം അദ്ദേഹം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ കൂടെ അദ്ദേഹം ഒരുപാട് ഇന്ത്യൻ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മഹാനാവുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരെ ഈ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് മഹാനാവുന്നത്. ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള അനുയായികളും. കാരണം ഈ ട്രംപിൻ്റെ ഈ പറയുന്ന റിപ്പബ്ലിക് പാർട്ടിയുടെ അനുയായികളെ കുറച്ച് കൺസർവേറ്റീവ്സ് ആണ്. കാരണം അവർക്കൊരു ചിന്താഗതി ഉണ്ട്. അതായത് അവരിൽ കൂടെ, അതായത് അമേരിക്കയിൽ കൂടെയാണ് ലോകം സമ്പന്നമാകുന്ന ഒരു ചിന്താഗതി അവർക്കുണ്ട്. അതായത് അമേരിക്കയെ അവർ ഒരു കളിപ്പാവയായി ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുകയാണ് എന്നൊരു ചിന്താഗതി അമേരിക്കൻ കൺസർവേറ്റീവ് ആയിട്ടുള്ള റിപ്പബ്ലിക്കൻസിനുണ്ട്. അപ്പോൾ അതായത് ഈ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ട്രംപിൻ്റെ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ ബൈ എലോൺ. അതായത് ലോകത്തെ ഒന്നും കൂടെ കൂട്ടണ്ട, ഒറ്റയ്ക്ക് സമ്പന്നമാവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കരുത്താർജിക്കുക. ഇപ്പോൾ ട്രംപ് വന്ന ശേഷം പറഞ്ഞ നടപടി എന്ന് പറയുന്നത് നേറ്റോ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നേറ്റോ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, സഖ്യകക്ഷികൾ, ഡിഫൻസ് സഖ്യകക്ഷികൾ. അദ്ദേഹം പറഞ്ഞിരിക്കണം 5% ഒരു രാജ്യം അവരുടെ GDPയുടെ 5% നേറ്റോയിലേക്ക് മാറ്റിവെക്കണമെന്നും. ഇപ്പോൾ 2%. പല രാജ്യങ്ങളും, ഈ കുഞ്ഞു ചെറിയ രാജ്യങ്ങളൊക്കെ, ഈ പറയുന്ന പോളണ്ട് പോലെ രാജ്യങ്ങളൊക്കെ 1%, 1.5% വളരെ വളരെ കഷ്ടപ്പെട്ടാണ് കൊടുക്കുന്നത്. 5% ആക്കുന്ന ട്രംപ് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസും ജർമ്മനി പോലുള്ള കരുത്തുള്ള രാജ്യങ്ങൾ 5% GDPയുടെ കോൺട്രിബ്യൂഷൻ ചെയ്യണം. ട്രംപിൻ്റെയും അനുയായികളുടെയും ചിന്താഗതി എന്ന് പറയുന്നത് സംവേർ ഡൗൺ ദ ലൈൻ മിസ്യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഈ ലോകം അമേരിക്കയെ. WHO അദ്ദേഹം പിന്മാറി. ആകെ ഒരു വർഷം 1000 മില്യൺ, അതായത് 1 ബില്യൺ കൊടുക്കുന്നത്. 1000 മില്യൺ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒന്നുമല്ല. 1000 മില്യൺ വാട്ട് ഈസ് നത്തിങ്. ഈ WHO പറ്റി ഒരുപാട് പരോക്ഷമായും പരസ്യമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് WHO ഹാൻഡിൽ ചെയ്ത രീതി വളരെ വളരെ മോശമായിരുന്നു. കാരണം ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. പക്ഷേ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ WHO സാന്നിധ്യം വളരെ അനിവാര്യമാണ്. കാരണം ഇബോള പോലുള്ള വൈറസുകൾ, അല്ലെങ്കിൽ പോളിയോ പോലുള്ള വൈറസുകളിലേക്ക് സാന്നിധ്യം ഈ പറയുന്ന ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിക്കുന്നതൊക്കെ WHO ആണ്. അപ്പോൾ WHO ഫണ്ടിങ് വെട്ടി കുറച്ചിരിക്കുകയാണ് ട്രംപ്. സോ വാട്ട് ഈസ് ഇറ്റ് മീൻ ബൈ ഡൂയിങ്? 1000 മില്യൺ എന്ന് പറയുന്നത് ഈ കാലിഫോർണിയയിൽ 150 ബില്യൻ്റെയാണ്. അതായത് 150% പോലും, 1% പോലെയാണ് ഈ പറയുന്ന WHO കൊടുക്കുന്നത്. അതായത് 1 ബില്യൺ, പിന്നെ 150 ബില്യനാണ് അവിടെ കത്തിപ്പോയിരിക്കുന്നത്. അപ്പോൾ ചിന്തിച്ച് നോക്കണം, 1 ബില്യൺ കൊടുക്കാനുള്ള മാനസികാവസ്ഥ ട്രംപിനില്ല. ചിന്തിച്ച് നോക്കണം എവിടെയാണ് കാര്യങ്ങൾ എത്തിപ്പോയിരിക്കുന്നത്. ഇപ്പം ഈ ട്രംപിന് അനുയായികളൊക്കെ പറയുന്നുണ്ട്, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കളെ,
ലോകത്തിലും ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തായാലും ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ കൺസർവേറ്റീവ് ആണോ ഏത് പാർട്ടി ആയാലും ജനത്തിന് ഗുണമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അധികാരത്തിന് മുന്നോട്ട് പോവുക അസാധ്യമാണ്. എടുത്ത് താഴെ കളയും ഏത് ജനങ്ങളായാലും. ട്രംപ് വന്നു ഇപ്പോൾ ഇവിടെ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പോളിസി ഉണ്ട്. മെക്സിക്കോ, പിന്നെ കാനഡ, പിന്നെ അമേരിക്ക ഒരു ട്രേഡ് NAT എന്ന് പറയുന്ന ട്രേഡിംഗ് പോളിസി ഉണ്ട്. ഫ്രീ ട്രേഡിംഗ് ആണ്. ആർക്കും സാധനങ്ങൾ കൊണ്ടുവരാം, കൊണ്ടുപോകാം, വിൽക്കാം, വാങ്ങാം. അവർ 0 ടാക്സ് ആണ്. അതിനെതിരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. കാരണം ട്രംപിൻ്റെ ഈ പറയുന്ന കാനഡയെ ഭീഷണിപ്പെടുത്തുന്നു. 51ാമത് സ്റ്റേറ്റായി വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ. കാനഡയെ ഭീഷണിപ്പെടുത്തുന്നു. കാനഡയിലെ കാർട്ടൽസിനെ അവിടെ പോയി ആക്രമിക്കുമെന്നുള്ളത്. ഈ വളരെ ചൈനയെ ഭീഷണിപ്പെടുത്തി. ചൈനയ്ക്കും കാനഡയ്ക്കും പിന്നെ മെക്സിക്കോയ്ക്കും നികുതി ചുമത്തി അദ്ദേഹം 25-10%. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫെറ്റനൈലാണ്. കാരണം വളരെ വ്യക്തമായി ചൈന പറഞ്ഞു, ഫെറ്റനൈൽ ഈസ് അമേരിക്കാസ് പ്രോബ്ലം. ഓക്കെ, നിങ്ങളുടെ മണ്ണിലേക്ക് ഫെറ്റനൈൽ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ പ്രോബ്ലം. ദർ ഇസ് എ ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ ഫെറ്റനൈൽ വരുള്ളൂ. യു ഷുഡ് സ്റ്റോപ്പ് ദ ഡിമാൻഡ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ബോർഡർ ടൈറ്റ് ചെയ്യണം. ചൈന 15% ആർക്ക് നികുതി ഏർപ്പാടാക്കിയിരിക്കുന്ന അമേരിക്കൻ പ്രോഡക്ട്സിന്. അമേരിക്കയുടെ പ്രോഡക്ട്സ് ഈ പറയുന്ന അമേരിക്കയുടെ സായിപ്പ്മാരുടെ കാര്യം എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരു 10 വർഷമായിട്ട് താമസിക്കുന്നു. ഈ ഇന്ത്യ പോലല്ല ഇവിടുത്തെ സായിപ്പ്മാര്. ഇന്നൊരു 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നാളെ 110 ആണെങ്കിൽ സായിപ്പ് തൽക്കാലം വാങ്ങും. 120 വാങ്ങുവാണെങ്കിൽ ഇന്ത്യക്കാരും നമ്മളൊന്നും പറയില്ല. കാരണം നമുക്ക് ശീലമാണ്. കാരണം ചില സമയത്ത് തക്കാളി വില 200 ഉള്ളി വില 200 നമ്മളൊക്കെ ശീലമുള്ളവരാ വാങ്ങിച്ചു കൂടും. കാരണം ആരോടോ പറയാം. സായിപ്പ് അങ്ങനെയല്ല. സായിപ്പ് ഈ പറയുന്ന പോലെ സാധനത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ സായിപ്പ് നേരെ തോക്കെടുത്ത് വെളിയിലേക്ക് ഇറങ്ങും. കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. ട്രംപിന്റെ ഇൻമെച്യൂർ ആയിട്ടുള്ള ഈ തീരുമാനങ്ങൾ, അതായത് ട്രംപ് ഈ താരിഫ് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടുക. ട്രംപ് പറയുന്നത്, അതായത് ഞങ്ങൾ കാനഡയിൽ സാധനങ്ങൾ വാങ്ങുന്നു, നിങ്ങൾ ഞങ്ങളുടെ സാധനം വാങ്ങുന്നില്ല. അതിന് താരിഫല്ല അതിനുള്ള യുദ്ധമല്ല, അതിനുള്ള ഒരു താരിഫ് യുദ്ധമല്ല അതിനുള്ള ഒരു പോംവഴി. ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടണമെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്, അമേരിക്കൻ കാറുകളായിട്ടുള്ള ഷെവർലെറ്റ്, ഫോർഡ്, ഡോഡ്ജ്, കച്ചറ വണ്ടികളാണ്. ഒരു മനുഷ്യന്മാർ വാങ്ങില്ല. ഡോഡ്ജിനൊന്നും ഒരു ഡിമാൻഡും ഇല്ല. ഡോഡ്ജോ അല്ലെങ്കിൽ ഫോർഡിനൊക്കെ അമേരിക്കയിൽ ഡിമാൻഡ്. എല്ലാവരും ജപ്പാനീസ് കാറുകൾക്കാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രോഡക്ട്സ്ക്ക് ഡിമാൻഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഈ പറയുന്ന ട്രംപ് ഇത്തരത്തിലുള്ള, അതായത് ഈ പറയുന്ന WHO പിന്മാറുക, അദ്ദേഹം UN പിന്മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം UN ആവശ്യകത എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ UN സർവൈവ് ചെയ്യുന്നത് അമേരിക്കയുടെ ഫണ്ട് കൊണ്ടാണ്. അതിലൊക്കെ മാറിക്കഴിഞ്ഞാൽ അവസാനിച്ചു. കാരണം UN പ്രസക്തി ഉണ്ടോ പ്രസക്തി ഇല്ലോ എന്നല്ല ചോദ്യം പറയുന്നത്. ദ പോയിന്റ് ഈസ് UN ശക്തി ആർജിപ്പിക്കുക. പിന്മാറി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കും ഗാസയെ പിടിച്ചടക്കും, അദ്ദേഹം ഗ്രീൻലൻഡിനെ പിടിച്ചടക്കും, പനാമ കനാല് പിടിച്ചെടുക്കും. ഇത് അദ്ദേഹത്തിന് ഈ പറയുന്ന പൊള്ളയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന വെല്ലുവിളികളെ ലോകം നേരിടുന്നത് അമേരിക്ക ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ഇപ്പോൾ ചൈനയും പിന്നെ കാനഡയും പിന്നെ മെക്സിക്കോ ഒറ്റപ്പെടുത്തി. കാരണം അവർ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാകാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വി നീഡ് ടു മൂവ് ബിയോണ്ട് ഇറ്റ്. കാരണം 25% അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെയല്ല അമേരിക്ക വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്ക കെയിം അലോങ് വിത്ത് ലോകത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയി ആണ് അമേരിക്ക ഗ്രേറ്റ് ആയത്. അതിനൊരു പക്ഷേ ഈ വരും ദിവസങ്ങളിൽ ട്രംപിന് കൂടുതൽ പ്രതീക്ഷിക്കാൻ നമുക്കൊരു പക്ഷേ. എനിവേ, പിന്നെ പ്രേക്ഷകർക്ക് എന്തായാലും വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ട്രംപിന്റെ ഈ നയങ്ങൾ ഒരു പക്ഷേ ഒരിക്കലും അമേരിക്ക എന്നുള്ള രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ലോകത്തിലുള്ള ഈ പറയുന്ന അവരുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന